നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്മൈൽ ഭവന പദ്ധതി. ഈ പദ്ധതിയിൽ നടി തൻവീർ റാം പങ്കെടുത്തപ്പോൾ വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് ആരോപണ വിധേയനായ ഒരു എം.എൽ.എ. എന്ന ലേബൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനൊപ്പം നടി തൻവി ഈ ഒരു പദ്ധതിയിൽ പങ്കെടുത്തപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ചില ഇടങ്ങളിൽ നിന്നൊക്കെ ഉയർന്നിരുന്നു. ഇപ്പോൾ ഇതാ വിമർശകരുടെ വായടപ്പിച്ച് മറ്റൊരു നീക്കം കൂടി. അതായത് സ്മൈൽ ഭവന പദ്ധതിയിൽ നിർമ്മിക്കുന്ന പുതിയ വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങിൽ പങ്കെടുത്ത് നടി അനുശ്രീ. പാലക്കാട് നിയോജക മണ്ഡലത്തിലെ അർഹരായ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന എം.എൽ.എയുടെ പദ്ധതിയാണ് സ്മൈൽ ഭവനം. സ്വന്തമായി വീടില്ലാത്തവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന പദ്ധതി. ഇതിന്റെ ഭാഗമായി പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ താൻ അതീവ സന്തുഷ്ടയാണ് എന്നായിരുന്നു നടി അനുശ്രീയുടെ പ്രതികരണം. പാലക്കാട് മണ്ഡലത്തിലെ ഒട്ടേറെ കുടുംബങ്ങളുടെ ചിരകാല അഭിലാഷമാണ് ഈ പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാകുന്നതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. ഏറെ സന്തോഷമുണ്ടെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. പാലക്കാട് വരെ വന്ന് ഈ പരിപാടിയിൽ സഹകരിച്ച അനുവിനോട് നന്ദി പറയുന്നതായും രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കി. ഒരു വീട് എന്നുള്ളത് എത്രത്തോളം ഒരാൾക്ക് ആവശ്യമുള്ള ഘടകമാണെന്ന് എല്ലാവർക്കും അറിയാം. ഏറ്റവും വലിയ സ്വപ്നമാണ് സ്വന്തമായൊരു വീട്. ഇത്രയും നല്ലൊരു ചടങ്ങിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമെന്നായിരുന്നു അനുശ്രീയുടെ പ്രതികരണം. ഏറ്റവും ഭംഗിയായി വീട് പൂർത്തിയാക്കാൻ കഴിയട്ടെ എന്നും അനുശ്രീയുടെ ആശംസ. ഈ വീട് പൂർത്തിയായി എന്നറിയുന്നത് വരെ തനിക്ക് ടെൻഷനാണ് എന്നും ഇത് തന്റെ ആദ്യത്തെ അനുഭവമാണ് ഇത്തരത്തിൽ തറക്കല്ലിടൽ ചടങ്ങിൽ പങ്കെടുക്കുന്നതെന്നും തന്റെ വീടിന് പോലും താൻ കല്ലിട്ടിട്ടില്ല എന്നും അനുശ്രീ പ്രതികരിച്ചു. താൻ പാലക്കാട്ടുകാരിയും തൃശ്ശൂർകാരിയും ഒക്കെയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് പാലക്കാടിനോട് എനിക്കൊരു സ്പെഷ്യൽ സ്നേഹം. വീണ്ടും നിങ്ങളെയൊക്കെ കാണാൻ കഴിയട്ടെ, വീട് പൂർത്തിയാകുമ്പോൾ എത്താമെന്നായിരുന്നു അനുശ്രീയുടെ പ്രതികരണം. ചുവന്ന വസ്ത്രങ്ങളായിരുന്നു ഇരുവരും ധരിച്ചിരുന്നത്. ചെണ്ടമേളത്തോടൊപ്പമാണ് അനുശ്രീയെ ഈ ഒരു ചടങ്ങിലേക്ക് സ്വീകരിച്ചത്. ആരാധകരോട് സംസാരിക്കുകയും മാത്രമല്ല ചടങ്ങിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്തു അനുശ്രീ. അതേസമയം പാലക്കാട് മണ്ഡലത്തിലെ ഒട്ടേറെ കുടുംബങ്ങളുടെ എല്ലാ കാലത്തെ അഭിലാഷമാണ് സ്മൈൽ ഭവന പദ്ധതിയിലൂടെ നടപ്പിലാകുന്നതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. നേരത്തെയും പ്രതികരിച്ചിരുന്നു. വോട്ട് ചോദിക്കാൻ പോയപ്പോൾ ടാർപോളിൻ ഷീറ്റ് മറിച്ച വീടുകളിൽ കിടക്കുന്ന മനുഷ്യരെ രാഹുൽ മാങ്കൂട്ടത്തിൽ കണ്ടു. ഈ ഒരു കാഴ്ചയാണ് ഇത്തരത്തിൽ സ്മൈൽ ഭവന പദ്ധതിയിലേക്ക് തന്നെ നയിച്ചതെന്ന് എം.എൽ.എ. നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. പാലക്കാട് വരെ വന്ന് ഈ പരിപാടിയിൽ സഹകരിച്ച അനുവിനോട് നന്ദി പറയുന്നതായും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് രാഹുൽ തന്നെ സംഘടിപ്പിച്ച മറ്റൊരു തറക്കല്ലിടൽ ചടങ്ങിന് നടി തൻവീർ റാം മുഖ്യാതിഥിയായി പങ്കെടുത്തു. ആസിഫ് അലി, സൈജു കുറുപ്പ് തുടങ്ങിയ താരങ്ങളും സംവിധായകൻ അഭിലാഷ് പിള്ളയും ഈ പദ്ധതിയുടെ വിവിധ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തിയെന്നതും ഏറെ ശ്രദ്ധേയമാണ്. സ്മൈൽ ഭവന പദ്ധതിയുടെ ആദ്യത്തെ വീട് ഉദ്ഘാടനം ചെയ്യാൻ നടൻ ആസിഫ് അലിയായിരുന്നു വന്നത്. അതിനുശേഷം നടൻ സൈജു കുറുപ്പ് മുഖ്യ അതിഥിയായെത്തി. അത് കഴിഞ്ഞാണ് നടി തൻവീർ റാം ചടങ്ങിൽ പങ്കെടുത്തത്. ഇപ്പോൾ അനുശ്രീയും ചടങ്ങിൽ പങ്കെടുത്തിരിക്കുകയായിരുന്നു. എം.എൽ.എ. ആയാൽ എന്തു ചെയ്യുമെന്ന ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ടിരുന്നു. ആ സമയത്ത് ആളുകൾ തന്നോട് ചോദിച്ച ആ ചോദ്യത്തിന് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുമെന്നാണ് മറുപടി പറഞ്ഞത്. വോട്ട് തേടിപ്പോയ സമയത്ത് കണ്ട കാഴ്ചകൾ അധികാരത്തിലെത്തിയിട്ടും താൻ മറന്നിട്ടില്ല എന്ന് വീണ്ടും ആവർത്തിച്ച് തന്റെ പ്രവൃത്തിയിലൂടെ കാണിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. അതേസമയം അന്ന് ഈ സ്മൈൽ ഭവനത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങിൽ പങ്കെടുക്കാൻ നടി തൻവീർ റാം എത്തിയപ്പോൾ പ്രതികരിച്ചത് ഇപ്രകാരമാണ്. ഇവിടെ പല പരിപാടികൾക്ക് താൻ വന്നിട്ടുണ്ട്, ഇന്നും ഇങ്ങനെ ഒരു പരിപാടിക്ക് വന്നതാണ്. രാഹുൽ കുറച്ചു കാലം മുന്നേ തന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്ന കാര്യം. പറ്റുമെങ്കിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ തന്നെ ഇവിടേക്ക് വിളിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ഇതുപോലെ ഒരു സംരംഭവുമായി മുന്നോട്ട് വന്ന രാഹുലിന് ഞാൻ നന്ദി പറയുന്നു എന്നായിരുന്നു നടി തൻവീർ റാമിന്റെ പ്രതികരണം. സ്വന്തമായി വീടില്ലാത്തവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന പദ്ധതിയുടെ ഭാഗമായി പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ താനും സന്തോഷവതിയാണ് എന്നായിരുന്നു തൻവീർ റാം അന്ന് പ്രതികരിച്ചത്. പാലക്കാട് പല പരിപാടികൾക്ക് വന്നിട്ടുണ്ടെന്നും ഇത്തരത്തിലൊരു പരിപാടിക്ക് ആദ്യമായിട്ടാണ് വരുന്നതെന്നും നടി തൻവീർ റാം പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചത് സർക്കാരിന്റെ പദ്ധതികളുടെ കാലതാമസമൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ അർഹരായ ആളുകളെ കണ്ടെത്തി വീട് കൊടുക്കുക എന്ന പദ്ധതിയാണ് സ്മൈല്. ആ പദ്ധതി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ആശങ്കയിൽ ഇരിക്കുമ്പോഴാണ് മോഹൻ സാറും മകൻ ഉമേഷും നമ്മെ സഹായിക്കാൻ മുന്നോട്ട് വന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ മണ്ഡലത്തിൽ സജീവമാവുകയാണ്. എന്തുകൊണ്ട് മണ്ഡലത്തിൽ സജീവമാകുന്നത്, ഒരു എം.എൽ.എ. എന്തുകൊണ്ട് ഇത്തരത്തിൽ വാർത്തകളിൽ ഇടം നേടുന്നു എന്ന കാര്യമൊക്കെ പശ്ചാത്തലമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതായത് ആരോപണ വിധേയനാകുന്നു, അതിനുശേഷം മണ്ഡലത്തിലോ അതിൽ നിയമസഭയിലോ തനിക്ക് പ്രവേശിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. വിവാദങ്ങൾക്ക് ശേഷം തന്റെ മണ്ഡലത്തിൽ സജീവമാകാൻ ഒരുങ്ങുന്നതിനിടെ BJPയുടെയും DYFയുടെയും വെല്ലുവിളികൾ വരുന്നു. രാഹുലിനെ ഈ MLA എന്ന രീതിയിൽ ഈ ഒരു പാലക്കാട് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല, പാലക്കാടിന് വേണ്ട എന്നതടക്കമുള്ള വെല്ലുവിളികൾ വരുന്നു. പക്ഷേ അതിനെല്ലാം മറികടന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ മണ്ഡലത്തിൽ സജീവമാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതേസമയം
ആരോപണത്തെ തുടർന്ന് പാർട്ടിയിൽ അച്ചടക്ക നടപടി നേരിടുന്നുണ്ട് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിനിടയിലാണ് കോൺഗ്രസിന്റെ രഹസ്യ യോഗത്തിൽ പങ്കെടുത്തു എന്ന വാർത്ത ഈയിടയ്ക്ക് പുറത്തു വന്നത്. പാലക്കാട് കണ്ണാടി പഞ്ചായത്തിലെ കോൺഗ്രസ് യോഗത്തിലായിരുന്നു രാഹുൽ ഭാഗമായത്. എന്നാൽ അത്തരമൊരു യോഗം ഇല്ല എന്നായിരുന്നു MLAയുടെ നിലപാട്. പരിചയമുള്ള ചില ആളുകളെ കാണാനാണ് കണ്ണാടിയിൽ എത്തിയതെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ പ്രതികരണം. യോഗത്തിൽ പങ്കെടുത്തെങ്കിൽ പങ്കെടുത്തു എന്ന് പറയും, സസ്പെൻഷനിൽ കിട്ടി എന്നതുകൊണ്ട് താൻ വേറെ പാർട്ടിയാണോ എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറുപടി ചോദ്യം. നടക്കാത്ത യോഗത്തെക്കുറിച്ച് എങ്ങനെ മറുപടി പറയുമെന്നും രഹസ്യ യോഗത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് രാഹുൽ മറുപടി നൽകി. കൈപ്പത്തിയ ചിഹ്നത്തിലാണ് താൻ തിരഞ്ഞെടുപ്പ് വിജയിച്ചത്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ സ്ഥാനാർത്ഥികളും ജയിക്കണമെന്നാണ് തന്റെ ആഗ്രഹം. അതിനുവേണ്ടി തന്നാൽ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടത്തും. നല്ല UDFകാരെ കണ്ടാൽ പാലക്കാട് എന്നല്ല ഏത് സ്ഥലത്ത് വെച്ചും തിരഞ്ഞെടുപ്പിന്റെ വിവരങ്ങൾ ചോദിക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. അച്ചടക്ക നടപടി നേരിടുന്ന രാഹുൽ പാർട്ടി പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന നേതൃത്വത്തിന്റെ നിർദ്ദേശം നിലവിലുണ്ട്. ഇതുവരെ രാഹുലിന്റെ സസ്പെൻഷൻ കോൺഗ്രസ് പിൻവലിച്ചിട്ടില്ല. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് രംഗം ചൂട് പിടിക്കുന്നതിനിടെ മണ്ഡലത്തിൽ നടക്കുന്ന യോഗങ്ങളിൽ ഉൾപ്പെടെ രാഹുൽ സ്ഥിര സാന്നിധ്യമായി മാറുകയാണ്. ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊതുരംഗത്ത് നിന്ന് മാസങ്ങളുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നിരുന്നു. അതിന് പിന്നാലെയാണ് മണ്ഡലത്തിൽ പതുക്കെ സജീവമാകാൻ തുടങ്ങിയപ്പോൾ BJPയുടെ അതുപോലെ DYFയുടെയും ഒക്കെ വെല്ലുവിളികൾ ഉണ്ടാകുന്നു. ഒരു MLA എന്ന രീതിയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല, മറിച്ച് ഇത്തരത്തിലൊരു ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരിട്ട MLA പാലക്കാടിന് ആവശ്യമില്ല. വിവാദങ്ങളെല്ലാം അറിയാവുന്നതാണ്. അപ്പോൾ ഈ വിവാദങ്ങളൊക്കെ രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി അവസാനിപ്പിക്കുമോ എന്ന ചോദ്യങ്ങളൊക്കെ ഉയർത്തിയതാണ്. പക്ഷേ തന്റെ മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമാവുകയാണ്. ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുന്നു, അത് തുടരുന്നു എന്ന് തന്നെയാണ് ഓരോ പ്രവർത്തനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തന്നെ സ്മൈൽ ഭവന പദ്ധതിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല മറ്റു ചില നീക്കങ്ങൾ കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. താൻ ആരോപണ വിധേയനാണ്, തന്നെ പാർട്ടി മാറ്റി നിർത്തിയിട്ടുണ്ട്, സസ്പെൻഷനിലാണ് എങ്കിൽ പോലും കോൺഗ്രസിന് വേണ്ടി അല്ലെങ്കിൽ അവർ ജയിക്കാൻ വേണ്ടി തന്നാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി